നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഒരു 26 വയസ്സുകാരി താൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ നിന്ന് നഗ്നയായി ഇറങ്ങി വന്ന് അവിടെയുള്ള ഒരു ക്ഷേത്രത്തിലെ ഒരു വിഗ്രഹം എടുത്തുകൊണ്ട് പോയി കുളത്തിൽ ചാടി മരിച്ച വാർത്ത പുറത്തു വന്നത്. വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഭവം. എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ ചെയ്തത് എന്നുള്ളത് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ലക്ഷങ്ങൾ ശമ്പളമുള്ള സോഫ്റ്റ്വെയർ ജോലി ഉപേക്ഷിച്ചാണ് ഈ പെൺകുട്ടി ഹൈദരാബാദിൽ തൻ്റെ അമ്മയ്ക്കൊപ്പം താമസിക്കാൻ എത്തിയത്. ആ പെൺകുട്ടിയാണ് പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ഒരു നഗ്നയായ ഇത്തരത്തിൽ യുവതി തടാകത്തിൽ ജീവൻ ഒടുക്കി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ബംഗളൂരിലെ IT ജീവനക്കാരിയായിരുന്ന തേജസ്വിനി. സംഭവത്തിൽ ഹൈദരാബാദ് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. അച്ഛനുമായി പിരിഞ്ഞ് ഹൈദരാബാദിൽ തനിച്ച് താമസിക്കുകയായിരുന്ന അമ്മ അരുണയ്ക്ക് കൂട്ടായാണ് തേജസ്വിനി 6 മാസം മുമ്പ് ജോലി രാജിവെച്ച് എത്തിയത്. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിലെ ദേവപ്പള്ളി സ്വദേശികളായ ഇവർ നിലവിൽ ഹൈദരാബാദിലെ ശങ്കർ നഗറിലാണ് താമസിച്ചിരുന്നത്. ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് തേജസ്വിനി കടുത്ത ജോലി സമ്മർദ്ദവും മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിച്ചിരുന്നതായും ഇതിനാലാണ് ജോലി ഉപേക്ഷിച്ചതെന്നും അമ്മ അരുണ പോലീസിന് മൊഴി നൽകി. കൂടാതെ കുടുംബപരമായ ചില സാഹചര്യങ്ങളും ഹൈദരാബാദിൽ എവിടെ സ്ഥിരതാമസമാക്കണം എന്നതിനെ ചൊല്ലി അമ്മയും മകളും തമ്മിലുണ്ടായ ആശയക്കുഴപ്പങ്ങളും തേജസ്വിനിയെ കൂടുതൽ മാനസിക വിഷമത്തിലാക്കിയിരുന്നതായും പറയപ്പെടുന്നു. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ 2:30 ശങ്കർ നഗറിലെ വീട്ടിൽ നിന്നും വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ തേജസ്വിനി പുറത്തേക്ക് ഓടുന്നതിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്നും ഇറങ്ങിയ യുവതി സമീപത്തെ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ അല്പസമയം നിൽക്കുകയും തുടർന്ന് അവിടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന വസ്ത്രമെടുത്ത് ശരീരത്തിൽ ചുറ്റി തൊട്ടടുത്തുള്ള തടാകത്തിലേക്ക് ഓടി ചാടുകയായിരുന്നുവെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തേജസ്വിനി വീട് വിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അമ്മ ഉറങ്ങിക്കിടന്ന മുറി പുറത്തു നിന്നും പൂട്ടിയിരുന്നു. രാവിലെ ഉറക്കമുണർന്ന അരുണ വാതിൽ തുറക്കാൻ കഴിയാതെ വന്നതോടെ അയൽക്കാരെ വിളിച്ചുകൂട്ടി വാതിൽ തുറക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് മകളുടെ മരണവിവരം അറിയുന്നത്. കടുത്ത മാനസിക സമ്മർദ്ദത്തെ തുടർന്നുള്ള ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. ബംഗളൂരിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് അച്ഛനിൽ നിന്ന് പിരിഞ്ഞു താമസിക്കുന്ന അമ്മയ്ക്കൊപ്പം 25-കാരിയായ തേജസ്വിനി താമസം തുടങ്ങിയിട്ട് ഏകദേശം 6 മാസം മാത്രമായിരുന്നുള്ളൂ. തേജസ്വിനിയുടെ അമ്മ അരുണ ഭർത്താവ് ഈശ്വർ റാവുവിൽ നിന്ന് വേർപിരിഞ്ഞ് ഹൈദരാബാദിൽ തനിച്ച് താമസിക്കുകയായിരുന്നു. അമ്മ തനിച്ചായതുകൊണ്ടാണ് തേജസ്വിനി ജോലി ഉപേക്ഷിച്ച് മടങ്ങിയെത്തിയത്. എന്നാൽ ഹൈദരാബാദിൽ എവിടെ താമസിക്കണം എന്ന കാര്യത്തിലും തേജസ്വിനിക്കും അമ്മ അരുണയ്ക്കും ഇടയിൽ ആശയക്കുഴപ്പങ്ങൾ നേരിട്ടിരുന്നുവെന്നാണ് അമ്മ നൽകിയിട്ടുള്ള മൊഴി. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിലെ ദേവപ്പള്ളിയിൽ നിന്നാണ് ഇവർ ഹൈദരാബാദിലേക്ക് എത്തിയത്. ബാംഗ്ലൂരിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ജോലി സംബന്ധമായ വലിയ സമ്മർദ്ദങ്ങൾ തേജസ്വിനി അനുഭവിച്ചിരുന്നുവെന്നും മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് മകൾ ജോലി ഉപേക്ഷിച്ചതെന്നും അമ്മ പോലീസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. കുടുംബപരമായ സാഹചര്യങ്ങളും അവളുടെ മാനസിക ബുദ്ധിമുട്ടുകൾക്കും കാരണമായിരുന്നതായാണ് അരുണ മൊഴി നൽകിയിട്ടുള്ളത്. ശനിയാഴ്ച പുലർച്ചെ 2:30 ശങ്കർ നഗറിലെ വീട്ടിൽ നിന്നും വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ തേജസ്വിനി പുറത്തേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒരു അമ്പലത്തിന് സമീപം അല്പസമയം നിന്നതിന് ശേഷം അവിടെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന ഒരു വസ്ത്രമോ തുണിയോ എടുത്തുകൊണ്ട് തേജസ്വിനി തടാകത്തിലേക്ക് ഓടുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തേജസ്വിനിയുടെ മരണം ആത്മഹത്യയാണെന്നാണ് പോലീസ് വിലയിരുത്തൽ. അരുണയെ വീട്ടിൽ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഉറക്കമുണർന്ന അമ്മ അയൽക്കാരെ വിളിച്ചാണ് വാതിൽ തുറന്നത്. ഇനി എന്തായാലും കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം തന്നെ നടക്കേണ്ടിയിരിക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു ബാഹ്യ പ്രേരണ ഈ പെൺകുട്ടി ഈ മരണത്തിലേക്ക്, അതും ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു ആത്മഹത്യാ ശ്രമം, ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി ആത്മഹത്യ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തിന് ഇത്തരത്തിലുള്ള ഒരു വഴി തെരഞ്ഞെടുത്തു? അതും പൂർണ്ണ നഗ്നിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ക്ഷേത്രത്തിലെത്തി അവിടെയുള്ള ഒരു വിഗ്രഹത്തിൽ അണിയിച്ചിരുന്ന ഒരു വസ്ത്രമെടുത്ത് അത് പുതച്ച് അതിനുശേഷം ആ വിഗ്രഹവുമായിട്ട് ഇത്തരത്തിൽ ഒരു തടാകത്തിൽ ചെന്ന് ചാടി. ഈ ഒരു ചോദ്യം അത് പോലീസിനും ഉത്തരം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇനി കൂടുതൽ തേജസ്വിനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മറ്റുള്ള മൊബൈൽ ഫോണുകളും അല്ലെങ്കിൽ ലാപ്ടോപ്പ് തുടങ്ങിയിട്ടുള്ള ഡിജിറ്റൽ ഉപകരണങ്ങളൊക്കെ തന്നെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രേരണ, ഇത്തരത്തിലൊരു മരണം തിരഞ്ഞെടുക്കാനുള്ള എന്തെങ്കിലും ഒരു ബാഹ്യശക്തിയുടെ ഇടപെടൽ അല്ലെങ്കിൽ മൂന്നാമതൊരാളുടെ അല്ലെങ്കിൽ രണ്ടാമതൊരാളുടെ ഇടപെടൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ആത്മഹത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തത വരികയുള്ളൂ. തീർച്ചയായിട്ടും പോലീസ് വിശദമായി തന്നെ ഹൈദരാബാദ് പോലീസ് കേസ് അന്വേഷിക്കുകയാണ്. മറ്റുള്ള ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയൊക്കെ മൊഴികളും ശേഖരിച്ചു വരികയാണ്. ഏതായാലും ഈ തേജസ്വിനിയുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ പോലീസ് അന്വേഷിക്കുകയാണ്.
മാത്രമല്ല ഇവിടെ ഉയരുന്നൊരു കാര്യമുണ്ട്. കാരണം മാസങ്ങളായിട്ട് മാനസിക സമ്മർദ്ദത്തിലൂടെയായിരുന്നു ഈ പെൺകുട്ടി കടന്നു പോയിരുന്നത് എന്നുണ്ട്. അത് ജോലിയുടെ കാര്യങ്ങളാണെങ്കിലും ഈ പെൺകുട്ടിയെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പോലീസ് പുറത്തു വിടുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിലെ യുവാക്കൾ ജോലി സ്ഥലങ്ങളിൽ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പീഡനങ്ങളും അതും കൃത്യമായി തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതാണ്. തേജസ്വിനി ജോലി ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയായിരുന്നു ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള മാനസിക സമ്മർദ്ദവും, എന്തുകൊണ്ടാണ് ജോലി ഉപേക്ഷിക്കാനുള്ള കാരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല അതീവ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ യുവാക്കളിൽ ജോലി സംബന്ധമായിട്ടുള്ള സമ്മർദ്ദവും അത് ആത്മഹത്യകളിലേക്ക് നയിക്കുന്ന സാഹചര്യവും നിലവിൽ വളരെ ഗൗരവമേറിയ ഒരു സാമൂഹിക മാനസികാരോഗ്യ പ്രശ്നമാണ്. IT, കോർപ്പറേറ്റ്, പൊതുമേഖല തുടങ്ങിയ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന കരിയറിന്റെ തുടക്കത്തിലുള്ള ചെറുപ്പക്കാരാണ് ഇതിന്റെ ഇരകളാകുന്നത്. കേരളത്തിലും ഇന്ത്യയൊട്ടാകെയും ഇത്തരം നിരവധി ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നിശ്ചിത സമയപരിധിക്കപ്പുറം ജോലി ചെയ്യേണ്ടി വരുന്നത് മാനസിക ശാരീരിക ആരോഗ്യത്തെയും തകർക്കുന്നു. മാനേജർമാരിൽ നിന്നുള്ള അനാവശ്യ സമ്മർദ്ദം, വ്യക്തിപരമായ അവഹേളനങ്ങൾ, വിട്ടുവീഴ്ചയില്ലാത്ത ടാർഗറ്റുകൾ എന്നിവ ചെറുപ്പക്കാരിൽ കടുത്ത നിരാശയുണ്ടാക്കുന്നു. ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയവും സാമ്പത്തിക ബാധ്യതകളും നിരന്തരമായ ആശങ്കയ്ക്ക് കാരണമാകുന്നു. വ്യക്തിപരമായ ജീവിതത്തിനും കുടുംബത്തിനും വിനോദങ്ങൾക്കും സമയം ലഭിക്കാതെ വരുന്നത് കടുത്ത ഏകാന്തതയിലേക്കും ഡിപ്രഷനിലേക്കും നയിക്കുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ വിജയങ്ങൾ നേടണമെന്ന ചിന്തയും മറ്റുള്ളവരുമായുള്ള താരതമ്യങ്ങളും മാനസിക പിരിമുറുക്കം കൂട്ടുന്നു. സ്ഥാപനങ്ങളിൽ ജീവനക്കാരുടെ സമ്മർദ്ദ നില പരിശോധിക്കാൻ കൃത്യമായ ഇടവേളകളിൽ ഓഡിറ്റിംഗ് നടത്തണം. ജോലി സമയവും വിശ്രമ സമയവും കൃത്യമായി വേർതിരിക്കുന്ന സർക്കാർ നയങ്ങൾ നടപ്പിലാക്കണം. മാത്രമല്ല ഇത്തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കുക. ജോലിയിലെ ബുദ്ധിമുട്ടുകൾ സുഹൃത്തുക്കളോടോ കുടുംബത്തോടോ വിശ്വസ്തരായ സഹപ്രവർത്തകരോടോ പങ്കുവെക്കുക. പരിധികൾ നിശ്ചയിക്കുക. വ്യക്തിപരമായ സമയങ്ങളിൽ ജോലികളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ ശ്രമിക്കുക. നോ എന്ന് പറയാൻ പഠിക്കുക. നിങ്ങളുടെ ആരോഗ്യ പരിധിക്ക് അപ്പുറമുള്ള ജോലിഭാരം അടിച്ചേൽപ്പിക്കുമ്പോൾ അത് സ്നേഹപൂർവ്വം നിരസിക്കാൻ ശീലിക്കുക. ഒപ്പം തന്നെ വിദഗ്ധ സഹായം തേടുക. ഇന്ന് പലരും മടിക്കുന്ന ഒരു കാര്യമാണ്. ഈ കടുത്ത ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, ഡിപ്രഷൻ എന്നിവ തോന്നിയാൽ മടിക്കാതെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്യാട്രിസ്റ്റിൻ്റെയോ സഹായം തേടുക. ഒരു പക്ഷേ കൃത്യമായിട്ട് കൗൺസിലിങ്ങിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഒരു ദിനചര്യ അത് മാറ്റിമറിച്ചുകൊണ്ട് അവർക്ക് ഒരു പക്ഷേ ഇതിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇത് നമുക്ക് ശരീരത്തിന് ഏൽക്കുന്ന ഒരു പരിക്കിനെ നമ്മൾ എത്രത്തോളം ഗൗരവമേറി നമ്മൾ അതിനെ കെയർ ചെയ്യുന്നു, അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് ഏൽക്കുന്ന പല മാനസിക സമ്മർദ്ദങ്ങളും, ഡിപ്രഷൻ, ആങ്സൈറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും. അതിനും ചികിത്സ ഇന്നും ഉണ്ട്. അതിനും കൃത്യമായിട്ട് നമ്മളത് ഒന്നുകിൽ സുഹൃത്തുക്കളോടോ ഇല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നമ്മൾക്ക് പറയാൻ സാധിക്കുന്ന ആരോടോ അത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരല്പം ആശ്വാസം കിട്ടും. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിദഗ്ധരുടെ സഹായം തേടാനും മടിക്കരുത്.